ചില സന്തോഷങ്ങൾ നനച്ചിരിക്കാതെ ഇങ്ങനെ കയറി വരും. നമ്മൾ ഭാരതീയരാണ്, നമ്മൾ ഭാരത സ്നേഹമുള്ളവരാണ്, ദേശസ്നേഹികളാണ്. അങ്ങനെയുള്ളവർക്ക് ഈ വാർത്ത വളരെ സന്തോഷം പകരുകയും ചെയ്യും. നമുക്കറിയാം 1947 ഓഗസ്റ്റ് 14 എന്താ സംഭവിച്ചത് എന്ന്. അതുവരെ അളിയനും അച്ഛമ്മയും കൂട്ടുഭരണം കാഴ്ചവെച്ചിരുന്ന, നമ്മുടെ കച്ചവടം നടത്തിയിരുന്ന നമ്മുടെ ഭാരതദേശത്തെ വെട്ടിമുറിച്ച് രണ്ട് ദേശങ്ങളാക്കി മാറ്റി. രണ്ട് പ്രദേശവും നിർബന്ധിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകേണ്ടി വന്നപ്പോൾ രണ്ട് ദേശത്തെയും ഒറ്റ ഹൃദയങ്ങൾ വേർപെട്ടു പോയി. ഭരണാധികാരികൾ വേറിട്ട് ആ വെറുപ്പിന്റെ ആ ഒരു വഴിയിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് രാജ്യത്തെയും വലിയൊരു വിഭാഗം ജനങ്ങൾ പരസ്പര ബന്ധമുള്ളവരാണ്, ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ജനങ്ങൾ. പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയെ ഏതൊക്കെ വിധത്തിൽ തകർക്കാൻ പറ്റുമോ, അതിന് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വലിയൊരു ഭാഗം ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്യുന്നു. അത് നമുക്ക് നേരിട്ട് മനസ്സിലായത് ഈ അടുത്ത കാലത്ത് ചില യൂട്യൂബർമാർ ഈ നാട് കാണാനൊക്കെ പോയപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇടപാട്, മുമ്പ് ശിഹാബ് ചോറ്റൂര് നടന്നു പോയപ്പോൾ അപ്പോഴും ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങൾ. കാര്യം ഒരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഒരു സന്തോഷമാണ് അവർക്ക്. എന്ത് ചെയ്തു കൊടുക്കണം, എങ്ങനെ ചെയ്തു കൊടുക്കണം, അല്ലെ എന്നോ കാണാതെ പോയ അല്ലെങ്കിൽ എന്നോ കാണാതിരുന്ന ഒരു അതിഥി അല്ലെങ്കിൽ നമ്മുടെ ബന്ധു പെട്ടെന്നൊരു ദിവസം കയറി വരുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടുത്തെ പറഞ്ഞത്. അതവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ കാര്യമാണ്. നേരെ മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കശാപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇന്ത്യയുടെ ഒരു ഭാഗം, കാശ്മീരിന്റെ ഒരു ഭാഗം വെട്ടിമുറിച്ച് പാകിസ്ഥാൻ കൈയടക്കി വെച്ചപ്പോ അന്നേ ചില അസ്വസ്ഥതകളുണ്ട്. ഇങ്ങനെ വെട്ടിമുറിച്ച് മാറ്റപ്പെടുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അന്ന് പാകിസ്ഥാൻ കൊടുത്തിരുന്ന ചില വാഗ്ദാനങ്ങൾ, സാധാരണ ജനങ്ങളല്ലേ ഇതുപോലെ രാജ്യം വെട്ടിമുറിക്കുന്നതിന്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രസക്തിയോ ഒന്നും അറിയാതിരുന്ന ഒരു കാലമാണ്. 1947 കാലമല്ലേ, ഇപ്പോഴത്തെ 2026 കാലവുമായിട്ട് നമ്മൾ അതിനെ യോജിപ്പിക്കേണ്ട. അവരുടെ വാക്കങ്ങട് വിശ്വസിച്ചു. പക്ഷെ അന്ന് മുതൽ പാക് അധിനിവേശ കാശ്മീരിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, വെട്ടി പുറത്തു വന്നിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ ക്രൂരമായി അറുത്തുമാറ്റപ്പെട്ട നമ്മുടെ സ്വന്തം കാശ്മീരിന്റെ മണ്ണ് ഇന്ന് ഒരു പുതിയ ചരിത്ര വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ കരിനിയമങ്ങൾക്കും പട്ടിണിക്കിട്ട് വലയ്ക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങൾക്കും സൈന്യത്തിന്റെ തോക്കിൻ മുനകൾക്കുമെതിരെ പാക് അധീന കാശ്മീരിലെ ജനങ്ങള് ഇന്നൊരൊറ്റ മനസ്സായി, ഒരൊറ്റ ശബ്ദമായി തെരുവിലിറക്കിയിരിക്കുന്ന വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന റാവലാകോട്ടിലെ ഈദ്ഗാഹ് മൈതാനത്ത് 10,000 ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഇസ്ലാമാബാദിലെ ഭരണാധികാരിയുടെ, പാകിസ്ഥാൻ ഭരണാധികാരിയുടെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല, ഞങ്ങളെ അടിമകളാക്കാൻ ഇനിയും ഞങ്ങൾ അനുവദിക്കില്ല. ഭക്ഷണം, വെള്ളം, ഇന്റർനെറ്റ്, ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യാവകാശങ്ങൾ ഇതൊക്കെ നിഷേധിച്ചിട്ട് കാശ്മീരി ജനതയെ അടിച്ചമർത്താമെന്ന് പാക് സൈന്യവും അവരുടെ ഷഹബാസ് ഷെരീഫും ഭരണകൂടവും കരുതിയത് തെറ്റാണ്, നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നാണ് പറയുന്നത്. പ്രക്ഷോഭകരുടെ ശബ്ദം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ജൂൺ 5 മുതൽ ആ പ്രദേശത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി വിച്ഛേദിച്ചിട്ടേക്കണം. ക്രൂരത അതുകൊണ്ട് തീർന്നിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ജനങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളുടെ വിതരണം പോലും പാക് ഭരണകൂടം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരം. ഒരു ജനതയെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുന്ന പാക് സൈനിക മേധാവി ആസിം മുനീറിന്റെ ചോരക്കൊതിയൻ ആ ഏകാധിപത്യത്തിന് നേരെ കനത്ത തിരിച്ചടിയാണ് കാശ്മീരിലെ സാധാരണ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തോക്കുകളെയും സൈനിക വ്യൂഹങ്ങളെയും വകവയ്ക്കാതെ റാവലാകോട്ട് ഇന്ന് പ്രതിഷേധ കടലായി ഇരമ്പുകയാണ് അവിടെ. ഈ ജനകീയ മുന്നേറ്റത്തിന് തീ പകരുന്നത് മനുഷ്യാവകാശ പ്രവർത്തനമായിട്ടുള്ള സർദാർ അമൻ ഖാന്റെ ധീരമായിട്ടുള്ള നേതൃത്വമാണ്. കഴിഞ്ഞ 22 ദിവസമായി ജനങ്ങൾ തെരുവിൽ ഉറങ്ങാതെ ഉണ്ണാതെ സമരം ചെയ്യാണ്. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പാക് ഭരണാധികാരിയും കേൾക്കാത്ത അതിശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം ഇസ്ലാമാബാദിന് നൽകിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പാകിസ്ഥാനേക്കാൾ ആവശ്യം പാകിസ്ഥാന് ഞങ്ങളെയാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ അത് ആ ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമായിട്ട് മാറുന്ന കാഴ്ചയാണ് ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും തങ്ങളെ പട്ടിണിക്കിട്ടാൽ, ഇന്റർനെറ്റും അവകാശങ്ങളും നിഷേധിച്ചാൽ നിയന്ത്രണ രേഖകൾ തങ്ങൾ സ്വന്തം കൈകൊണ്ട് തകർക്കും. സഹായത്തിനായി തങ്ങളുടെ യഥാർത്ഥ മാതൃരാജ്യമായിട്ടുള്ള ഭാരതത്തിന്റെ കൈകൾ തേടും. അവർ ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കേവലം ഒരു വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു സമരമാക്കി പാകിസ്ഥാൻ ഭരണകൂടം പറയുന്നുണ്ട്. ഇത് കേവലം വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു സാധാരണ സമരം മാത്രമല്ല ഇത് പതിറ്റാണ്ടുകളായിട്ട് പാക് ചാര സംഘടനയായിട്ടുള്ള ISIയും അതുപോലെ സൈന്യവും ഒക്കെ ഇവിടെ നടത്തി വരുന്ന വംശീയ അടിച്ചമർത്തൽ ഉണ്ടല്ലോ, അതിനെതിരെയുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്.
കാശ്മീരിലെ നദികളിൽ നിന്ന് പാകിസ്ഥാൻ സൗജന്യമായി വൈദ്യുതി കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇരുട്ടിലാണ് ജീവിതം. ഗോതമ്പ്, ജീവൻ രക്ഷാ മരുന്നുകൾ, അവിടെ സ്വർണത്തിന്റെ വിലയാണ് അതിനൊക്കെ. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് ഇനി സഹിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ പാക് ദേശീയ പതാകകൾ വലിച്ചു കീറുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ അവരെ സത്യത്തിൽ പാകിസ്ഥാനികളായി പാകിസ്ഥാൻ കൂട്ടിയിട്ടില്ല. അവർക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രദേശം കൈക്കലാക്കിയാൽ മതി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്രയും വർഷം അതാണ് അവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിനാണ് ഇപ്പോ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് മനസ്സുകൊണ്ട് ഭാരതത്തോട് പൂർണ്ണമായും അടുത്തു കഴിഞ്ഞു. മോദി സർക്കാരിന് കീഴില് ജമ്മു കാശ്മീരിൽ നടക്കുന്ന അതിവേഗ വികസനങ്ങൾ, സമാധാന അന്തരീക്ഷം, അതിർത്തിക്ക് അപ്പുറമുള്ള ഈ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് ജമ്മു കാശ്മീരിന്റെ, പാക് അധിനിവേശ കാശ്മീരിന്റെ ഇപ്പുറത്തുള്ള കാശ്മീരിൽ യാതൊരു വിധത്തിലുള്ള വികസനം നടത്താതെ പാക് അധിനിവേശ കാശ്മീർ പോലെ ഇപ്പുറത്തും കിടക്കണം. അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാൻ എന്തൊക്കെ കാണിച്ചിരുന്നോ അതിന് വളം വെച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, തമ്മിലടികൾ, ഭീകരപ്രവർത്തനങ്ങൾ, ഇന്ന് അതൊക്കെ മാറി അവിടെ വികസിക്കുന്നത് കണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ അത്ഭുതപ്പെടാണ്. തങ്ങളുടെ യഥാർത്ഥ രക്ഷകർ ഭാരതമാണ്, തങ്ങളുടെ മാതൃരാജ്യമാണ് എന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് ഇതിനോടകം എത്തിക്കഴിഞ്ഞു. അടിച്ചമർത്തുകൾക്ക് ഒരു പരിധി ഉണ്ടെന്നും ഒരു ജനതയുടെ സ്വാതന്ത്ര്യദാഹത്തിന് മുന്നിൽ ഏതൊരു വലിയ സ്വേച്ഛാധിപതിയും മുട്ടുമടക്കേണ്ടി വരുമെന്നും ഈ പ്രതിഷേധം തെളിയിക്കുന്നുണ്ട്. കാശ്മീരിന്റെ മണ്ണിൽ നിന്നും ഉയരുന്ന ഈ രണധ്വനി അഖണ്ഡ ഭാരതത്തിന്റെ നാളത്തെ പുതിയൊരു ചരിത്രത്തിന്റെ വജ്ര തുല്യമായ ഒരു തുടക്കമായിരിക്കും. റാവലാക്കോട്ട് റാലിയിൽ മനുഷ്യാവകാശ നേതാവ് സർദാർ അമൻ ഖാനും പ്രക്ഷോഭകരും ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന്റെ, മുദ്രാവാക്യം വിളിച്ചതിന്റെയും ഒക്കെ പൂർണ്ണമായ ആ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഞാൻ അതിന്റെ മലയാള പരിഭാഷ ഞാനതൊന്ന് പറഞ്ഞു തരാം. ഇസ്ലാമാബാദിൽ ഇരിക്കുന്ന ഭരണാധികാരികളും റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനവും ഒരു കാര്യം നന്നായി മനസ്സിലാക്കിക്കൊള്ളുക: പാക് അധിനിവേശ കാശ്മീരിലെ ഈ ജനത പാകിസ്ഥാന്റെ ഭാഗമല്ല. ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല. നിങ്ങൾ കഴിഞ്ഞ 22 ദിവസമായി ഞങ്ങളെ തെരുവിലിരുത്തിയിരിക്കുകയാണ്. ജൂൺ 5 മുതൽ ഞങ്ങളുടെ ഫോണുകളിലെ ഇന്റർനെറ്റ് നിങ്ങൾ വിച്ഛേദിച്ചു. കഴിഞ്ഞ 2 ആഴ്ച ഈ പ്രദേശത്ത് ഒരു തരി ധാന്യമോ ഭക്ഷണമോ വരാൻ അനുവദിക്കാതെ നിങ്ങൾ ഞങ്ങളെ പട്ടിണിക്കിടുന്നു. കാശ്മീരിലെ ജനങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭയപ്പെടുത്താമെന്നും തോൽപ്പിക്കാമെന്നും സൈനിക മേധാവി ആസിം മുനീറോ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫോ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞങ്ങൾ പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും യാചന കൈനീട്ടി നിൽക്കുകയല്ല. നന്നായി ഓർക്കുക, ഞങ്ങൾക്ക് പാകിസ്ഥാനേക്കാൾ ആവശ്യം പാകിസ്ഥാന് ഞങ്ങളെയാണ് ആവശ്യം. ഞങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇനിയും ഞങ്ങളോടുള്ള ഈ ക്രൂരതയും ഈ അവഗണനയും തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ജനക്കൂട്ടം ഭാരതവുമായിട്ടുള്ള നിയന്ത്രണ രേഖയിലേക്ക് മാർച്ച് ചെയ്യും. ഞങ്ങൾ അതിർത്തികൾ തകർക്കും. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഞങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനും ഞങ്ങൾ ഭാരത സർക്കാരിന്റെ സഹായം തേടും. അത്തരത്തിലെങ്ങാനും നിങ്ങൾ സഹായിക്കാതെ ഞങ്ങൾ ഇന്ത്യയുടെ സഹായം തേടുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ ഞങ്ങളോട് ഇവിടെ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമാബാദിലെ ഭരണകൂടത്തിന് ഈ കാശ്മീരി ജനതയുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി യാചിക്കേണ്ടി വരും. പാക് സൈന്യത്തിന്റെ ഒരു ഏകാധിപത്യവും ഈ മണ്ണിൽ ഇനി നടപ്പിലാക്കില്ല. ഞങ്ങളെ നടപ്പിലാക്കില്ല. ഞങ്ങൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും. हमारी खवातीन और हमारे बच्चे वहाँ धरना दे के बैठे हुए हैं। ये जो कहते हैं कि राशन जो है वो कश्मीरियों का राशन बंद करेंगे, मैं कहता हूँ हमें तुम्हारे राशन की जरूरत नहीं है, तुम्हें हमारी जरूरत है। थोड़ा ख्याल करो, थोड़ा ख्याल करो, तुम्हें हमारी जरूरत है। कहीं ऐसा न हो, कहीं ऐसा न हो कि बाकी रास्ते खुल जाएं और फिर तुम हमारी मिलते करो, हमारे तरले करो। कहीं ऐसा न हो, कहीं ऐसा न हो कि तजारती रास्ते फिर बाकी इख्तियार कर लिए जाएं। इसलिए गुजारिश ये है, हालात को नॉर्मल करने के लिए हुक्मरानों को ये अवाम की स्टेट है, यहाँ पर कोई मार्शल लॉ नहीं है, यहाँ पर कोई डिक्टेटर नहीं है। अगर कोई डिक्टेटर हो तो हम किसी डिक्टेटर को नहीं मानते। कश्मीर के अवाम किसी डिक्टेटर को कबूल नहीं करेंगे, किसी भी डिक्टेटर को कबूल नहीं करेंगे। इसलिए गुजारिश इनसे यही है, यही इनके साथ जो है वो हम जो है वो पुरअमन ज़बान में यही हम इनसे कहना चाहते हैं कि कश्मीर के लोग अब आपकी बैत नहीं करेंगे। कश्मीर के लोग जो है वो कश्मीरियों को, इनकी हालत अजीब है। मीडिया पे बैठते हैं, किसी ने वो बंदर के हाथ में माचिस दी थी, उसने सब चीजों को आग लगा दी थी। इन्होंने इनके हाथ में किसी ने मोबाइल दे दिया, ट्विटर दे दिया। जो होता है कहता है कश्मीरी जो है वो पहले वफादारी करते हैं। कश्मीर पाकिस्तान का हिस्सा नहीं है, कश्मीर पाकिस्तान की रियासत का हिस्सा नहीं है। वफादारी नहीं, तुम पाकिस्तान के उन मेहनत कशू मजदूरों से वफादारी करो जिन्होंने तुम्हें मुफ्त भी नहीं किया हुआ और फिर भी तुम उनके सरों पर बैठे हुए हो। उनसे वफादारी का जो तरीका कार बनाओ। लोगों को रोजगार दो, लोगों को
को इंसाफ दो, लोगों को तालीम दो, लोगों को वहां पर जिंदगी दो, एक जो है वो बाइज्जत जिंदगी वहां पर कोशिश करके लोगों को दो. Different angles. Don't forget to subscribe and support this channel.